ഹായ് ഡിയേഴ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പെർഫെക്ഷനിസത്തിനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ടൈം നോക്കിയിരിക്കുന്ന ഒരാൾക്കാരാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹം. പക്ഷെ നിങ്ങൾ വിചാരിക്കുക, എൻ്റെ എനിക്ക് നല്ലൊരു ഫോണില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു മൈക്കില്ല, അതുപോലെ തന്നെ നല്ലൊരു ലൈറ്റ് സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ സിറ്റുവേഷനിലും ഒരു 100 ഡേ പിന്നിട്ട് അല്ലെങ്കിൽ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാരെയും വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് അതുപോലെ ആവണം, എന്നിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിൽ പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പോലും എല്ലാം ഒത്തിണങ്ങി എല്ലാം സെറ്റായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അതിൻ്റെയൊക്കെ പുറകിൽ പെർഫെക്റ്റ് ആവുക എന്നുള്ളൊരു ഇതുണ്ട്. നമ്മൾ എന്ത് കുഞ്ഞു കാര്യം ചെയ്യുമ്പോഴും അതില്ല ഇതില്ല അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഞാൻ എത്തിയിട്ട് ചെയ്യാം എന്നല്ല, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് പറയുക. നമ്മൾ നാച്ചുറൽ സൈക്കിൾ അക്സെപ്റ്റ് ചെയ്യാന്ന് പറയും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒരു 2-3 മാസം ആകുമ്പോൾ തന്നെ ആ ഒരു കുഞ്ഞിനെ വേണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് 9 മാസം വയറ്റിൽ കിടന്ന് അത് വളരുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ 1-2 മാസം അല്ലെങ്കിൽ 3 മാസം കൊണ്ട് തന്നെ കുട്ടീനെ വേണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ എല്ലാത്തിനും ഒരു നാച്ചുറൽ സൈക്കിൾ ഉണ്ട്. അത് ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു കുഞ്ഞ് വളർന്ന് വലുതാകുമ്പോൾ ഇത്രയും LKG എത്തുന്ന അല്ലെങ്കിൽ നടക്കാൻ പ്രായമാകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് വെച്ച് ഓരോ ദിവസവും വെച്ചാണ് ആള് നടക്കുകയും ഓടുകയും ഒക്കെ ചെയ്യുന്നത്. എന്നിട്ട് LKG എത്തും, അവിടുന്ന് പഠിച്ചിട്ട് 1-ലെത്തും 2-ലെത്തും, ആ ഒരു രീതിയിൽ. അപ്പം നമ്മൾ LKG പോവാതെ +2 എത്തണം എന്ന് പറയുന്നത് പോലെയാണ് പെർഫെക്റ്റ് ആവാൻ വെയിറ്റ് ചെയ്യുന്ന കാര്യം. നമുക്ക് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് എവിടെയാണോ ഉള്ളത് നിങ്ങൾ അന്ന് സ്റ്റാർട്ട് ചെയ്യുക, തുടക്കമിടുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒന്നും ശാശ്വതമല്ല, ഒന്നും പൂർണ്ണവുമല്ല, ഒന്നും തികഞ്ഞതുമല്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ എപ്പോഴും സൂര്യൻ ഉദിക്കുന്നുണ്ട്, എപ്പോഴും അസ്തമിക്കുന്നുണ്ട്, പക്ഷെ അതിനിടയിൽ സീസൺസ് മാറി മാറി വരുന്നുണ്ടല്ലേ. നല്ല കാറ്റുള്ളത്, നല്ല മഞ്ഞുള്ള മാസങ്ങൾ, നല്ല മഴയും കാർമേഘമുള്ള മാസങ്ങൾ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ലൈഫിൻ്റെ സർക്കിളും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ഫ്ലോയിൽ ഒഴുകുക, ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതല്ലാതെ നമ്മൾ ഒന്നിനെയും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കണമെന്നില്ല. അടുത്ത കൊല്ലം ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്ന സമയം നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ഒരുപാട് ഇവോൾവ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആവണം എന്നുള്ള ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്താണ് നമുക്ക് ലൈഫ് ബോറിങ് ആകുന്നതും ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നത്. ഇപ്പം നമ്മൾ എന്താണോ, നമ്മുടെ സിറ്റുവേഷൻ എന്താണോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളെ ലേഡീസ് ഒക്കെ ആണെങ്കിൽ കല്യാണത്തിന് മുന്നേ ഒക്കെ അമ്മയുടെ പഴയ നൈറ്റിയൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യുന്ന ബർമുഡ, ബനിയാന്, അങ്ങനെ പഴയ ഡ്രസ്സിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കംഫർട്ട് ഫീൽ തരും, ഒരു വല്ലാത്തൊരു വൈബ് തരും. അത് നമ്മൾ പുറത്തൊന്നും പോകുമ്പോൾ യൂസ് ചെയ്യില്ല, പക്ഷെ അത് തരുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ആ ഒരു ഡ്രസ്സ് പെർഫെക്റ്റ് ആണോ അല്ല, എന്നാലും നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട്നെസ് ഉണ്ട്. ആ രീതിയിൽ നമ്മൾ എല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്യണം. അത് പെർഫെക്റ്റ് അല്ല, എന്നിട്ട് കൂടി അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതുപോലെ നമ്മുടെ ലൈഫിൽ എന്താണോ ഉള്ളത് അത് പെർഫെക്റ്റ് ആവാൻ വെയിറ്റ് ചെയ്യാതെ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അത് നിങ്ങൾ ഇഷ്ടപ്പെടുക. ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പഠിക്കുക. നമുക്ക് പഴയ തറവാടിനൊക്കെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ചോർന്നൊലിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് കുറ്റവും കുറവും ഒക്കെ ഉണ്ടാവും. എന്നാൽ പോലും അതിനെ പറയുന്ന സമയത്ത് ഭയങ്കര നൊസ്റ്റാൾജിയ വരും. ആ ഒരു തറവാടിലേക്ക് പോവുക, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ലൈഫ് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ട് തോന്നും. അത് നമ്മൾ കൊതിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ബംഗ്ലാവിനെ വെച്ച് നോക്കുമ്പോൾ അത് ഒരിക്കലും പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ കോൺക്രീറ്റ് വീടും മറ്റു ലൈഫും വെച്ച് നോക്കുമ്പോൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ കൂടി നമുക്കത് ഇഷ്ടമാണ്. അപ്പോൾ അതൊരു എക്സാമ്പിളാണ് നമ്മൾ പെർഫെക്റ്റ് അല്ലാത്തതിൽ ബ്യൂട്ടി നമ്മൾ കണ്ടുപിടിക്കണം. ജപ്പാനിൽ കിൻസുഗി എന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, അവിടെ ഒരു പൊട്ടിയ ബൗൾ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് പൊട്ടിയ ബൗൾ ഉണ്ടെങ്കിൽ ആ ഒരു പൊട്ടിയ ബൗൾ അവർ
സ്വർണം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും. ആ ഒരു പൊട്ടിയ ഭാഗം സ്വർണം കൊണ്ട് അലങ്കരിക്കും. അതിന് പറയുന്ന ഒരു ഇതുണ്ടെന്ന് വെച്ചാൽ, പൊട്ടിയതാണെങ്കിലും നീ പ്രീഷ്യസ് ആണ് എന്നാണ്. അപ്പൊ നമ്മളിൽ എന്ത് കുറവുണ്ടെങ്കിലും, എന്ത് മോശപ്പെട്ടാന്നല്ല, നമുക്ക് ഭംഗിയില്ലാത്ത എന്ത് നമുക്കുണ്ടെങ്കിലും അതിൽ നമ്മളൊരു ഭംഗി കണ്ടുപിടിക്കുക, അതിൽ നമ്മളൊരു ബ്യൂട്ടി കണ്ടുപിടിക്കുക, അതിൽ നമ്മളൊരു ബ്ലെസ്സിങ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമ്മുടെ ലൈഫിൽ ഒരുപാട് വൂണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, ഒരുപാട് ട്രോമാസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാൽ പോലും നമ്മൾ അംഗീകരിക്കുക, ഇഷ്ടപ്പെടുക. ഇങ്ങനെയാണ് എല്ലാവരും ലൈഫിൽ 99% ആൾക്കാർ, അല്ലെങ്കിൽ 100% ആൾക്കാരും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാ. പക്ഷെ നമ്മൾ ചേർത്ത് പിടിക്കുക, നമ്മൾ ഇഷ്ടപ്പെടുക, കുറ്റങ്ങളെയും കുറവുകളെയും ഒക്കെ അംഗീകരിക്കുക. നമ്മളെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ട. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും മറ്റും നമ്മൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുക, എന്ത് ഭംഗിയാ അവരുടെ വീട്, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എന്ത് ഭംഗിയാ, അവരുടെ കിച്ചൺ എന്ത് ഭംഗിയാ, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ എന്ത് അടിപൊളിയാ, അതാണ് പെർഫെക്റ്റ് ലൈഫ്, അതുപോലെ ആയിരിക്കണം എൻ്റെ ലൈഫ്. ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട് നമ്മുടെ സന്തോഷം കളയുക. അല്ലെങ്കിൽ അതാണ് പെർഫെക്റ്റ് ലൈഫ്, എൻ്റെ ലൈഫ് പെർഫെക്റ്റ് അല്ല എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. നിങ്ങളുടെ റിയൽ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൊമെന്റ്. ഈ ഒരു നിമിഷം അത് നിങ്ങൾ എൻജോയ് ചെയ്യുക. നമ്മളുടെ ആ ഒരു ഫ്ലോ നമ്മൾ എംബ്രേസ് ചെയ്യുക. നമ്മൾ ഓരോ കാര്യത്തിലും പെർഫെക്റ്റ് ആവാൻ വാശി പിടിച്ചിട്ട് അത് നോക്കി ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മുടെ ഫ്ലോസിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഫിൽറ്റർ ഇല്ലാത്ത ആ ഒരു ലൈഫാണ് റിയൽ ലൈഫ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒന്നിൻ്റെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. വേറെ എന്തെങ്കിലും നമുക്കൊരു പിക്ചർ ഉണ്ടാവും, അതാണ് പെർഫെക്റ്റ്, ഇതാണ് പെർഫെക്റ്റ്, അത് കിട്ടിയാലേ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവും. പക്ഷെ അത് വേണ്ട, നമുക്കുള്ളതിൽ നമ്മൾ ഫുൾഫിൽമെന്റ് കണ്ടുപിടിക്കുക. നിങ്ങളുടെ ലൈഫിലെ ഫെയിലിയറിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ വല്ലാതെ വിഷമിപ്പിച്ചിട്ടൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയ ഫെയിലിയറിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. അത് നിങ്ങൾക്ക് എന്ത് ലെസൺ ആണ് തന്നത്, അതിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ ഒരു പാഠം ഉണ്ടാവും, ഒരു വെളിച്ചം ഉണ്ടാവും. അതാണ് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറി, അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ബി റിയൽ, നോട്ട് പെർഫെക്റ്റ്. നമ്മുടെ ചിരിയും പൊട്ടിച്ചിരിയും തമാശയും കുറ്റവും കുറവും നമ്മളെ മോശക്കാരനാക്കുന്നതിനേക്കാൾ നമ്മളൊരു മനുഷ്യനാക്കുന്നുണ്ട്. അപ്പോൾ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് സെലിബ്രേറ്റ് ഇറ്റ്.